മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അവരുടെ ബെസ്റ്റ് പെർഫോമൻസസ് സാറിൻ്റെ സിനിമകളിലൂടെ പുറത്തു വന്നിട്ട് അതാണ് സാർ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ലോഞ്ചിവിറ്റിയുടെ കാരണം എന്താണെന്ന് പറയുന്നത്? എത്ര സമയം തുടങ്ങിയിട്ട് എത്ര സമയം അവരുടെ ഡെഡിക്കേഷനാണ്. അവർക്ക് വേറെ ഒന്നുമില്ലല്ലോ, അത് ഫുൾ ടൈം സിനിമ തന്നെ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും മമ്മൂട്ടിയെ സംബന്ധിച്ചോളം മോഹൻലാൽ അങ്ങനെ ഒരു മോഹൻലാലിനത് ഇറ്റ് കംസ് നാച്ചുറലി എന്ന് പറയുന്നവരാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രെയിൻ എടുക്കുന്ന ആളൊന്നുമല്ല മോഹൻലാലിനത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മമ്മൂട്ടിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല, മമ്മൂട്ടിക്ക് എന്നും ഈ പുതിയത് അടുത്തത് എന്തെന്ന് ചിന്തിക്കുക. മമ്മൂട്ടിയെ പറ്റി നമ്മൾ തന്നെ പറയാറുണ്ട്, മമ്മൂട്ടിയടുത്ത് നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ മമ്മൂട്ടിക്ക് ഇപ്പോൾ ചെയ്യുന്നതല്ല സിനിമയല്ല പ്രശ്നം, അടുത്ത സിനിമയാണ് മമ്മൂട്ടിയുടെ ചിന്ത. ഈ സിനിമ ഓക്കെ, ഇത് തുടങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക് പുള്ളിയെ സംബന്ധിച്ച് ഈ സിനിമ ഓക്കെ കഴിഞ്ഞു, ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ. പക്ഷേ പുള്ളി അടുത്ത സിനിമ എന്താണെന്നുള്ള ചിന്തിക്കുന്നത്, അടുത്ത ഏത് ക്യാരക്ടറാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് അന്ന് തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ മമ്മൂട്ടി പറയുന്നില്ലേ, ഞാൻ പറയുന്നത് എനിക്ക് സെൽഫ് മാർക്കറ്റിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ മമ്മൂട്ടി പറയുന്നത് ഞാൻ അങ്ങോട്ട് നിന്ന് ചോദിച്ച് മേടിക്കുക സിനിമ. നമ്മളൊക്കെ അപ്രോച്ച് ചെയ്യും പലപ്പോഴും. അന്നത്തെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നു, പുതിയ ആൾക്കാരെ കണ്ടെത്തി അവന് എവിടെ നിന്നാണ് ഒരു നല്ലത് വരുന്നത് പുള്ളി തപ്പി നടക്കുകയാണ്. കിട്ടിയ അപ്പം തന്നെ പുള്ളി പൊക്കുകയും ചെയ്യും. ലാൽ അങ്ങനെ ഒരു അന്വേഷിച്ച് നടക്കാറില്ല. ലാലിലേക്ക് എത്തുന്നതിൽ നല്ല കാര്യങ്ങൾ എടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. അത് പക്ഷേ അവരുടെ ടാലൻറ്റ് തന്നെയാണ് അവരെ ഇത്രയും ലോങ്ഗിവിറ്റി കൊടുക്കുന്ന കാര്യം. അവർ അങ്ങനെ ഒരാൾക്കാരിനി ഉണ്ടാകത്തില്ലല്ലോ. അത്രയും ദീർഘകാലം ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പോകുന്ന ആർട്ടിസ്റ്റുകൾ ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലേ 30 വയസ്സിന് താഴെ ഈ 2 ക്യാരക്ടേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പം ഈ പറയുന്ന സിനിമകളെല്ലാം കിരീടമായാലും ദശരഥമായാലും ഭരതമായാലും സതയമായാലും 29-നും 31 വയസ്സിൻ്റെ ഇടയിൽ അദ്ദേഹം ചെയ്തതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകൾ. ഞാൻ എൻ്റെ സിനിമ മാത്രം പറയുന്നത് പെട്ടെന്ന് എനിക്ക് നേരിൽ കണ്ട പെർഫോമൻസ് എന്ന നിലയിൽ കൂടിയാണ്. ആ പ്രായത്തിലുള്ള നമ്മുടെ ഏത് ആക്ടർക്കാണ് ഇപ്പോൾ ആ ഒരു റേഞ്ചിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ആ പ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ അത്തരം റേഞ്ചിൽ ചെയ്യാൻ കഴിവുള്ള ആക്ടേഴ്സ് നമുക്കുണ്ട്. പക്ഷേ അവർ അതിനേക്കാളും മുകളിലേക്ക് വയസ്സ് എത്തിക്കുക. ഇപ്പോൾ ഫഹദാണ് പിന്നെ നമുക്ക് അത്രയും റേഞ്ചിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നൊരു ആക്ടറിൽ പ്രധാനപ്പെട്ട ഒരാൾ. പക്ഷേ ആ ഏജ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹമൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുക. പക്ഷേ എന്നാലും ഒരുപക്ഷെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കത്തില്ല, അത്രയും സ്ട്രെങ്തുള്ള ക്യാരക്ടേഴ്സ് അവരുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടാവത്തില്ല. എത്തിയാൽ അവരും ചെയ്യുമായിരിക്കാം. അത്തരം ഒരു കണ്ടൻറ്റുള്ള ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് അവരിലേക്ക് എത്തിയാൽ ചിലപ്പോൾ ചെയ്യാൻ കഴിവുള്ളവരുണ്ടാവും. പക്ഷേ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇയാളത് ചെയ്തു പോയി കഴിഞ്ഞിരിക്കുന്നു. വേറൊരു കാര്യം, മലയാളം സിനിമയുടെ ഗോൾഡൻ ഏജ് ആണ് ഇപ്പോൾ, വളരെ നല്ല കണ്ടന്റും ക്വാളിറ്റി. അങ്ങനെ പറയുമ്പോൾ സുഹാസിൻ്റെ ഒരു കാര്യം പറഞ്ഞു, ഇതല്ല ഇതിലും എക്സ്പെരിമെൻ്റൽ ഫിലിംസും പാരലൽ ഫിലിംസും ഒക്കെ 80s സുഹാസിനെ കണ്ടിട്ടുണ്ട്, അഭിനയിച്ചു പത്മരാജൻ്റെ നല്ലത്. പക്ഷേ എന്താ തോന്നുന്നു? ഇല്ല, ഇപ്പോഴത്തെ ഗോൾഡൻ ഇറ എന്ന് പറയുന്നതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അതിനെ നയിക്കുന്നയാൾ മമ്മൂട്ടിയാണ് അറിയുന്നത്. വളരെ കോൺട്രാസ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ തപ്പിയെടുത്ത് ചെയ്ത് കഴിഞ്ഞ കാലത്ത് മമ്മൂട്ടി കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ ചെയ്ത ക്യാരക്ടേഴ്സിനെ നോക്കിയാൽ അയാൾ മുമ്പ് ചെയ്ത ഒരു ക്യാരക്ടറിനെ അയാൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ പുഴുവാണെങ്കിലും റോഷാക്കാണെങ്കിലും ഈവൻ കണ്ണൂർ സ്ക്വാഡ്, ഇപ്പം ബ്രഹ്മയുഗം, ലിജോയുടെ ഇതിനു മുമ്പത്തെ പടം നൻപയൽ നേരക്കുന്ന മയക്കം, എന്തൊരു വെറൈറ്റിയിലാണ് അയാൾ ചെയ്യുന്നത്. ഞെട്ടിപ്പിക്കുന്ന ക്യാരക്ടർ സെലക്ഷനും പെർഫോമൻസും അല്ലേ. അത്തരം പരീക്ഷണങ്ങളിലൂടെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ലീഡ് ചെയ്യുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഈ ചെറുപ്പക്കാരുടെ അതിൽ പലരും പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സാണ് അല്ലേ. ഇപ്പം പുഴു ചെയ്തത് ഒരു പുതിയ ഫസ്റ്റ് ടൈം ഡയറക്ടർ, ഫീമെയിൽ ഡയറക്ടറാണ്. ഈ പറയുന്ന ഓരോ പടങ്ങളും കണ്ണൂർ സ്ക്വാഡ് പുതിയ ക്യാമറമാനായിട്ട് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ലിജോ മാത്രമാണ് അതിനകത്ത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ഡയറക്ടർ. ഇപ്പം കാതൽ ചെയ്തു, കാതൽ ജിയോയും അതിന് മുമ്പ് സിനിമകൾ ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ്. ബാക്കി അത്രയും പുതിയ ആൾക്കാരല്ലേ. റോഷാക്ക് ചെയ്തതും താരതമ്യേന പുതിയ ആളാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് സക്സസ്സും കൂടെ കണക്കൂട്ടിയാണ് നമ്മൾ നല്ല ഗോൾഡൻ ഇറ എന്ന് പറയുന്നത് അല്ലേ. മമ്മൂട്ടിയായിട്ടുള്ള അസോസിയേഷൻ സാഗർ സാക്ഷിക്ക് ശേഷം
പിന്നെ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അങ്ങനെ വന്നില്ല. അപ്പോഴത്തേക്ക് ലാലുമായിട്ടുള്ള ഈ കണ്ടിന്യൂസ് സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ട്രാക്കിൽ പോയി. ഇടയ്ക്ക് മമ്മൂട്ടിയായിട്ട് ഒരു സിനിമ ചെയ്യാനായിട്ടുള്ളൊരു മമ്മൂട്ടി തന്നെ ഒരാൾ വഴി എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. സിനിമ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ. അങ്ങനെ ഞാൻ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തിരുന്നു. ഞാനത് ചെയ്തിരുന്നത് ജീവിതം എന്ന അത്ഭുതം എന്ന് പറയുന്ന ഡോക്ടർ ഗംഗാധരൻ്റെ ബുക്കായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കഥയായിരുന്നു. മമ്മൂട്ടിയായിട്ട് സംസാരിച്ചു. മമ്മൂട്ടി അത് ചെയ്യാൻ തയ്യാറായി. അത് മുമ്പോട്ട് പോയി. പക്ഷേ ആ സമയത്ത് ഒരു പ്രൊഡ്യൂസർ വന്നത്, ആ പ്രൊഡ്യൂസർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് കംഫർട്ടബിളായിട്ടുള്ള ആളല്ല എന്ന് തോന്നി. അതിൽ നിന്ന് മാറി. വെച്ചാൽ ആ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊരു പിന്മാറ്റം വന്നപ്പോഴത്തേക്കും മമ്മൂട്ടി പറഞ്ഞു ഇനി അത് ചെയ്യേണ്ട, ഇതൊരു നല്ല സൂചനയല്ല എന്ന് പറഞ്ഞു. അത് അഡ്വാൻസൊക്കെ തിരിച്ച് ചോദിച്ചു വന്നു. അപ്പോൾ മമ്മൂട്ടി കൊടുത്തേ കഴിഞ്ഞ പ്രോജക്റ്റ് അങ്ങനെ അതങ്ങ്. പക്ഷേ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാനും ഹേമന്ത് കുമാറും കൂടെ ഒരു മമ്മൂട്ടിയുമായിട്ടുള്ളൊരു കഥയുടെ ആലോചനയിലാണ്.